വഴിയുള്ള നടത്താണ് കുറേ ആൾക്കാരുണ്ട്. സിനിമ ജിമ്മാണ്. ട്രാവലിംഗ് ആണ് ഇത്, ഇതിഹാസികരം. ഓക്കെ, പിന്നെ വേറെ സിനിമകൾ? അപ്പൊ ഈ സ്ഥലത്തിന് പറയുന്ന പേര് ലൊക്കേഷനുകളിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരന്മാരൊക്കെ ഫാദർ അപ്പുറത്തുനിന്ന് അറ്റേക്ക് ഇത് തെറിപ്പിച്ചു. ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയൊരു യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. പിന്നെ ഓക്കെ, നമ്മൾ ഇന്ന് പോകുന്നത് വാഗമണിലേക്കാണ്. അപ്പോൾ വാഗമണിലെ കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് ഇവിടെ വരുന്നത്. അപ്പോൾ വാഗമണിലെ മനോഹരമായ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. തൃശ്ശൂരിൽ നിന്ന് പുലർച്ചെ പുറപ്പെട്ട ഞങ്ങൾ കോട്ടയം ഇടുക്കി വഴി വാഗമണിൽ എത്തിച്ചേരുന്നു. 4 ആളടങ്ങിയ ഞങ്ങളുടെ സംഘം 2 ബൈക്കുകളിലായാണ് വാഗമണിലേക്ക് എത്തിച്ചേരുന്നത്. ഞങ്ങൾ വാഗമണിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ഒരു ഹോട്ടലോ റിസോർട്ടോ എടുത്ത് താമസം നടത്തി കുറച്ച് റെസ്റ്റ് ചെയ്ത് യാത്രകൾ ആരംഭിക്കാമെന്ന് തീരുമാനിക്കുന്നു. ബിരിയാണി ട്രാവലിംഗില്ലല്ലോ, 2 മുട്ട പാടാണല്ലോ. ഇതെന്ത് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത ശേഷം ഒരു ട്രെക്കിംഗ് വണ്ടി കണ്ടുപിടിച്ച് അതിൽ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ആദ്യ യാത്രയിലേക്ക് കടക്കുന്നു. വാഗമൺ എന്ന സ്ഥലത്തെ പ്രധാന കാഴ്ചകളെന്ന് പറയുന്നത് ട്രെക്കിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെയുള്ള കാഴ്ചകൾ നമുക്ക് പിന്നീട് കാണാമെന്ന് തീരുമാനിച്ച് ആദ്യം തന്നെ ഞങ്ങൾ ട്രെക്കിങ്ങിന് യാത്ര തുടങ്ങുകയായിരുന്നു. ആദ്യ സ്ഥലം കാട്ടിൽ മൃഗങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കുള്ള ഞങ്ങളുടെ യാത്രക്കിടയിലെ രസകരമായ ട്രെക്കിംഗ് നിമിഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രെക്കിംഗ് അനുഭവമായതിനാൽ തന്നെ അത് വളരെ രസകരമായി തന്നെ എനിക്ക് തോന്നി. ട്രെക്കിങ്ങിനിടയ്ക്കുള്ള വളരെ മോശമായ റൂട്ടിലൂടെയുള്ള യാത്ര അത് സത്യത്തിൽ വളരെ രസകരമായും അതുപോലെ തന്നെ അപകടകരമായും തോന്നി. കാരണം മറ്റൊന്നുമല്ല, യാത്രക്കിടെ കുറച്ച് അഭ്യാസം കാണിക്കുന്നതിനാൽ തന്നെ എൻ്റെ തല ചെറുതായിട്ട് വണ്ടിയുടെ ഇടയിൽ തല തട്ടുകയും നാവ് ഇടയിൽ ലോക്കായി ചെറിയ വേദന അനുഭവപ്പെടുകയും ചെയ്തു. മക്കളെ സബ്സ്ക്രൈബ് ചെയ്യ്. അത്യാവശ്യം തേയിലത്തോട്ടങ്ങളും പ്രകൃതി രമണീയവുമായ മനോഹരമായ ഒരു സ്ഥലം തന്നെ ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു. ധാരാളം
ട്രക്കിംഗ് വാഹനങ്ങൾ ആ വഴിക്ക് ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നതായും കാണാൻ ശ്രമിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പോകുന്ന വഴിക്ക് ഒരു പള്ളിയും ചില കാട്ടുപ്രദേശങ്ങളുമാണ് ഞങ്ങൾ ആദ്യ യാത്രക്കിടയിൽ കാണാൻ സാധിച്ചത്. എന്നാൽ നിരവധി യാത്രികർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. സീസണൊന്നുമല്ലെങ്കിലും നിരവധി ആളുകൾ ഈ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം തണുപ്പ് ഒട്ടും തീരാത്തൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് ഈ ട്രക്കിങ്ങിൻ്റെ വാഹനങ്ങൾ അധികം സ്പീഡിൽ പോയാൽ അവിടെ മലിനീകരണമായി പൊടി പറത്തും. അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്യരുതെന്ന് നിയമമുള്ളതായും അവർ ഞങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തന്നു. രണ്ട് വണ്ടികൾക്ക് ഒരേ സമയം യാത്ര ചെയ്യുന്നത് വളരെ ദുർഘടമായ ഒരു പാതയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മറ്റൊരു വാഹനം അപ്പുറത്തെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ വണ്ടി ഒരുപാട് ബാക്കെടുത്ത് ഒതുക്കേണ്ടി വരും. അങ്ങനത്തെ വളരെ ചെറിയ ഒരു റൂട്ടിലൂടെയുള്ള യാത്ര. ഈ യാത്ര പോയിച്ചേരി എത്തുന്നത് വളരെ ദുർഘടമായ പാതയിലേക്കാണ്. എന്തായാലും ഞങ്ങൾ എത്തിച്ചേരേണ്ട ആദ്യഘട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫോറസ്റ്റ്, കപ്പക്കാനം ഫോറസ്റ്റ് എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. ഇവിടെ പ്രധാനമായും രണ്ട് കാഴ്ചകൾ. വാഗമണിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ഗുഹയാണ്. നമ്മളൊരു വണ്ടി വിളിച്ച് വന്ന് കാണുന്ന കാഴ്ചകളാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുക. ഇത് ഇങ്ങനെ ട്രക്കിംഗ് ആയിട്ട് വരുന്നവർക്ക് കാണാനുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. എനിക്ക് വ്യൂ എടുക്കണം, നീ വെറുതെ ഉള്ളിടില്ലേ. കൂരുരുട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പോകുന്നത് ഒരു രഹസ്യ അറയാണ്. ഈ അറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സൈഡിലും ഇരുട്ടാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണിൽ ട്രക്കിംഗ് വഴി എത്തുന്ന ഒരു ഗുഹയിലാണ്. ഈ ഗുഹ അതിഗംഭീരമാണ്. ഇത് കണ്ടിട്ട് ആർട്ടിഫിഷ്യലാണോ എന്ന് സംശയമുണ്ട്. കാരണം ഉണ്ടാക്കിയ രീതികളൊക്കെ കുറച്ച് സംശയാസ്പദമാണ്. പിന്നെ സംഭവം എന്തായാലും ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ്. ഇത് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നെങ്കിൽ എന്തായാലും അത് രസകരമായിരിക്കും. പിന്നെ പാമ്പിടുന്നത് സൂക്ഷിക്കണം, കടി കിട്ടി കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഇവിടെ കണ്ടു, ഗുഹ കണ്ടു. ഈ ഗുഹയിൽ നിന്നുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിസുന്ദരികളായ പല പാമ്പുകളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗൃഹാതിരത്വം നിറഞ്ഞ ഈ സ്ഥലത്തിൽ നിന്നുള്ള തിരിച്ചുവരവിൽ നമുക്ക് പല കാഴ്ചകളും കാണാൻ സാധിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം. പാമ്പുകളെ പോലെ ഓടിയിടുന്ന ഈ മനുഷ്യരെ നമ്മൾ ഒരു പ്രത്യേക ജനസായി കൂട്ടുകയാണ്. ഇവരെല്ലാം മനുഷ്യരെന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അത് മറ്റെന്തെങ്കിലും അതിൻ്റെ പേരുണ്ട്. അതിൻ്റെ ഉള്ളിൽ പാതുവാസിലാരെല്ലാം അതിൻ്റെ ഉള്ളാണോ ഷൂട്ട് ചെയ്ത പാതുവാസിൽ മരിക്കണത്? അപ്പൊ നമ്മൾ ആ ഗുഹയിൽ നിന്ന് പുറത്തെത്തിയിരിക്കുകയാണ്. യോബിന്റെ പുസ്തകത്തിൽ ഫോട്ടോ എടുക്കാം. നീർക്കോലി അടിച്ച അത്താരം മുടങ്ങാൻ എന്താ മുടങ്ങും? എനിക്ക് മുടങ്ങാനൊന്നും വയ്യ. പാമ്പൊക്കെ ഉള്ള ഇത്തിരി അലമ്പ് സ്ഥലമാണ്. സത്യം പറയാൻ ഇവിടെ വരരുത്. ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇവിടെ വന്ന റിസ്ക് ആണ്. കാരണം പാമ്പിന്റെ ചെറിയ അത്യാവശ്യം വൃത്തിയായിട്ട കളികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ കൂടെ പാമ്പ് പോയിട്ടുള്ളൂ. ഈ സ്ഥലത്തിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇവിടെ വല്ല സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഗുഹയുടെ ഉള്ളില്? ഇല്ല, ഗുഹയുടെ ഉള്ളില് യോബിന്റെ പുസ്തകം ഷൂട്ട് ചെയ്തല്ലോ. ഓക്കെ. പിന്നെ വേറെ സിനിമകൾ? വേറെ സിനിമ പേരണ്ണി, പിന്നെ ഇതൊക്കെ ഇതുണ്ട്, ആനയൊക്കെ ഇറങ്ങുന്ന ഫോറസ്റ്റുകൾ. ഓക്കെ ഓക്കെ. ആന ഇറങ്ങുന്ന ഫോറസ്റ്റ്. പിന്നെ ഇവിടെ വേറെ എന്തോ ട്രീ ഉണ്ടെന്നല്ലേ? അങ്ങോട്ട് കയറി പോകാൻ പറ്റുമോ? അവിടെ കയറി പോകായിരുന്നു. ഈ കട അടച്ചിട്ടേക്കുന്നതുകൊണ്ട് 10 രൂപ പാസ്സായിരുന്നേ. അപ്പോൾ കട ഓപ്പൺ അല്ല. ഓപ്പൺ ഉള്ളപ്പോൾ മാത്രമേ കയറി പോകാൻ പറ്റത്തുള്ളൂ. അതെ. ഇതാണ് ഗുഹയുടെ പാർക്കിങ്.
അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്ന പേര് കപ്പക്കാനം ഫോറസ്റ്റ് എന്ന് പറയും. കപ്പക്കാനം. ഓക്കെ. ആദ്യ യാത്ര അവസാനിച്ച് രണ്ടാമത്തെ യാത്ര ഞങ്ങൾ തുടരുകയാണ്. അതിൻ്റെ പാതയിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു തന്നിരുന്നു. ആദ്യം കണ്ട സ്ഥലത്ത് കുറച്ച് പ്രത്യേകതകൾ കൂടി ഉണ്ടെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകുന്നു. അതിൻ്റെ ഇടയിലുള്ള ചില കാഴ്ചകളാണ് ഞങ്ങൾ ഇനി കാണുന്നത്. അക്ബർ ചക്രവർത്തിയുടെ ആ ഒരു കാലത്ത് ആ ഗുഹയ്ക്കകത്ത് വേർപ്പ് കൊണ്ട് എഴുതിയ ഒരു കഥയുണ്ട്. ഉളുപ്പുണി തുറങ്ങുന്നല്ലോ. ആ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയായിട്ടല്ല, അത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ വേർപ്പ് കൊണ്ട് പുള്ളി എഴുതി വെച്ചേക്കുന്ന ഒരേ സമയം നമ്മളിപ്പോൾ സന്തോഷമുള്ളപ്പോൾ അതേ പോയി നോക്കുമ്പോൾ സങ്കടം തോന്നിക്കും, സങ്കടമുള്ളപ്പോൾ അതേ പോയി നോക്കുമ്പോൾ സന്തോഷം തോന്നിക്കും. അതെന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഈ സമയവും കടന്നു പോകും എന്നുള്ള ഒരൊറ്റ എഴുതി വെച്ചു. അത് വായിക്കാൻ പറ്റും. പറ്റും. പ്രത്യേക രീതിയിലാണ് എഴുതിയേക്കുന്നത്. പറഞ്ഞോ. അടുത്ത നമ്മൾ വെള്ളാരംകുന്ന് മല. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വണ്ടി എടുത്തോ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്. വെറൈറ്റി ട്രാവലിംഗ് ആണ് ഇത്, ഇതിഹാസകരമായ ട്രാവലിംഗ്. ഹലോ ഗൈസ്, ഇനി അങ്ങോട്ട് പോയി യാത്രക്കിടയിൽ ചില കാര്യങ്ങൾ ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള ട്രക്കിംഗ് വാഹനങ്ങൾ ഓടിക്കാൻ മിനിമം 5 വർഷം എക്സ്പീരിയൻസ് വെഹിക്കിൾ ഡ്രൈവേഴ്സിനാണ് അവകാശമെന്നും അതിന് പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞു തരുന്നു. ഇവിടുന്ന് വെള്ളാരങ്കല്ല് മലയ്ക്ക് പോകാൻ വേണ്ടിട്ട് പാസ് എടുക്കണം. നമ്മുടെ ഉണ്ണിയേട്ടൻ പാസ് എടുക്കണം അതിന് വേണ്ടിട്ട്. അപ്പൊ വെള്ളാരങ്കല്ല് പാസ് എടുക്കുന്ന സ്ഥലമാണിത്. സമുദ്രനിരപ്പിന്ന് 3500 അടി മുകളിലാണത്. ഇതൊക്കെ ഞാൻ അങ്ങനെ എടുത്താ. പാസ് കാണിച്ചാ 200 രൂപ ഇവിടുന്ന് വെള്ളാരങ്കല്ല്. അപ്പൊ ജീപ്പ് സഫാരിയുടെ പാസ് എടുക്കണം. വാഗമൺ, ഉളുപ്പുണ്ണി, എക്കോ ടൂറിസം എന്നാണ് ഈ പാസിന്റെ പേര്. നമുക്ക് സ്ഥലങ്ങൾ കാണാം. കളയല്ലാട്ട് തിരിച്ചുമ്പോ റൈഡ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ യാത്രയുടെ ടിക്കറ്റുമായിട്ട് യാത്ര മുന്നോട്ട് പോവുകയാണ്. പോകുന്ന സ്ഥലം വെള്ളാരംകല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഒരുപാട് ആദിവാസി സമൂഹത്തിലെ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായ ലൊക്കേഷനും കൂടിയാണ് ഈ സ്ഥലം. വളരെ ഹൈറ്റുള്ള ഒരു മല പോലെയുള്ള സ്ഥലമാണിത്. നല്ല വ്യൂ പോയിന്റുകൾ ഒരുപാടുള്ള ഒരു ഗംഭീര സ്ഥലം. അങ്ങോട്ടുള്ള യാത്രകൾ മുഴുവനായും ട്രക്കിംഗ് ആയിരിക്കും. ഈ ട്രക്കിംഗ് സ്ഥലത്തേക്ക് മറ്റുള്ള വെഹിക്കിൾസിന് പോകാനുള്ള റൈഡ്സ് ഇല്ലെന്നും, അഥവാ അവിടെ താമസിക്കുന്ന സാധാരണക്കാർക്കാണ് അങ്ങോട്ട് പോകാനുള്ള അവകാശമെന്നും, അഥവാ അതല്ലാതെ സാധാരണ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർ നടന്നാണ് അങ്ങോട്ട് പോകേണ്ടത്. 3-4 കിലോമീറ്ററോളം നടക്കാനുള്ള യാത്രകൾ അവിടെയുണ്ട്.
നിക്കണേ ബാസി എവിയിലൊക്കെ അമ്മേ അമ്മേ നമ്മൾ താണ്ടവും ഞാൻ വീടില്ല വണ്ടി അവര് വരുന്നെങ്കിൽ തലവെച്ചും വരണ്ടാ നാളെ രാവിലെ. അയ്യോ ഇത് വന്നേ ഞങ്ങൾ 5 മണിയാണല്ലോ. നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്ത വെള്ളാരം കല്ല് എന്ന ലൊക്കേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഗംഭീരമായ അവിടുത്തെ വ്യൂ പോയിന്റും കണ്ട് വീക്ഷണതയിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ ഗായ്സ്, നമ്മൾ വാഗമണ്ണിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വാഗമണ്ണിൽ വെള്ളാരംകല്ല് എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ട്രക്കിങ് ചെയ്യണവർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്ന ഒരു സ്ഥലമാണിത്. കാരണം നല്ല ഹൈറ്റുള്ള സ്ഥലത്തേക്ക് കയറിയിട്ട് ശരിക്കും ഭ്രമര സിനിമ ലൊക്കേഷനൊക്കെ നമുക്ക് തോന്നുന്നത് അത്രയും ഗംഭീരമായ സ്ഥലമാണ്. ഇതിൻ്റെ അടിയിൽ കുറേ ആദിവാസി ഊരുകളാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകൾ ഗംഭീരമായിട്ടുള്ള ലൊക്കേഷനാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ആദിവാസി ഊരുകളാണുള്ളത്. എന്തായാലും ഗംഭീരമായിട്ട് കുറേ ആദിവാസി ഊരുകളുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ അവിടെയൊക്കെ ആദിവാസികളാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആദിവാസി ഊരുകളും മറ്റു കാഴ്ചകളൊക്കെയാണ് ഇവിടെ. പിന്നെ ഗംഭീരമായ വ്യൂ പോയിൻ്റ്, ഗംഭീരമായ കാഴ്ചകൾ എല്ലാം ഉള്ള ഒരു ഗംഭീര സ്ഥലം തന്നെയാണ് വെള്ളാരം പോയിൻ്റ്. അപ്പോൾ ഈ വെള്ളാരം കല്ല് എന്ന് പറയുന്ന ഈ സ്ഥലം ഫുള്ള് വെള്ളാരം കല്ല് പോലെ വഴുതി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഫുള്ള് ആദിവാസി ഊരിലെ ആൾക്കാരാണ് ഇവിടെ ഭാഗത്തൊക്കെ താമസിക്കുന്നവർ. ഒന്നാമത് ഇവിടെ താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കണ്ടാൽ തോന്നും. കാരണം ഈ സ്ഥലത്തിൻ്റെ വ്യൂകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഫുൾ കുന്നുകളാണ്, മൊട്ടക്കുന്ന് പോലെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ കയറി ഇറങ്ങണ ആ ഒരു സംഭവമാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ്. കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എന്തെങ്കിലും ആവശ്യം ആളെ വിളിച്ചാൽ മതി. ഇവിടെ എല്ലാ കാര്യങ്ങളും ആളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് റൂമടക്കം എല്ലാ കാര്യങ്ങളാണ് ആൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാട്ടർ കിടക്കുന്ന കാണാൻ പോയി ഗ്രാമിൻ്റെ കാശ്മീർ ഏരിയ ആണ്. അതെ, വെള്ളം ഇവിടെ വാഗമണില് മദ്യം അങ്ങനെ കാര്യങ്ങളൊന്നും കടത്താൻ പറ്റില്ല. ഇതൊരു ഡ്രൈ ലാൻഡ് പോലത്തെ അല്ലേ ചേട്ടാ? ഇവിടെ മദ്യം കൊണ്ടുവരാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം, പിടിച്ചു കഴിഞ്ഞാൽ വലയായിരിക്കും. ഗംഭീരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. ഇതുപോലത്തെ യാത്രകൾക്ക് നമുക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കിട്ടിയ അവസരങ്ങൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. സംഭവം കുറച്ച് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല രസകരമായി, അതായത് ഓടിക്കാറുള്ള ആൾക്കാരുടെ കൂടെ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കയറ്റിയുള്ള കാര്യം. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the
ഞാൻ മുന്നേ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ചില വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വല്ല വണ്ടികളും വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നത്തെക്കുറിച്ച്. അപ്പോൾ ആ പ്രശ്നമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നമ്മുടെ വണ്ടി പോയിരുന്ന ഒരു സൈഡിലെ വഴിയിൽ ചെറിയ വഴിയാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിക്ക് സ്ഥലമില്ലാത്തതിനാൽ നമ്മൾ കുറേ റിവേഴ്സ് അടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിലുള്ള ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ സ്ഥലത്ത് വന്ന് നിന്ന് നോക്കിയാൽ ഒരു ഗംഭീര വ്യൂ കാണാം. അത് മറ്റൊന്നുമല്ല, ഇടുക്കി ഡാമിൻ്റെ വെള്ളം റിസർവായി കിടക്കുന്ന ഡാമിൻ്റെ അടിഭാഗമാണ് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത്. ഇടുക്കി ഡാം മൊത്തമായും കാണാം. അതാണ് ആ വ്യൂ പോയിൻ്റ് ഒരു ഗുണം. അപ്പോൾ ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. അവിടുത്തെ മറ്റു ഗംഭീര കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇടുക്കി ഡാമാണിത്. അവർ ഓട്ടോക്ക് വഴി കൊടുത്ത വണ്ടി ഇടിച്ച് കയറ്റി. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ സ്ഥലത്തും കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അതൊരു സൂയിസൈഡ് പോയിന്റ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നതിനിടയിൽ വിഷമത്തോടെ കാണാൻ സാധിച്ചത് ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങൾ അവിടെ വേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടായി. എന്നാലും അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിനെ പറ്റി ആസ്വദിച്ച് അവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ട്രെക്കിംഗ് അല്ല. ട്രെക്കിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അവിടുത്തെ തണുപ്പും നല്ല ക്ലൈമറ്റും ഒക്കെ ആസ്വദിച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങി. ഞങ്ങൾ ആദ്യം തന്നെ യാത്ര തുടങ്ങിയത് ഞങ്ങൾ താമസിച്ച വാഗമൺ സിറ്റിയിൽ നിന്ന് ആരംഭിച്ച ആദ്യ യാത്ര തന്നെ നമ്മുടെ സിനിമ വരുത്തൻ സിനിമയിലെ അവർ താമസിച്ച, അതായത് ഫഹദ് ഫാസിൽ താമസിച്ച ആ വീട്ടിലേക്കുള്ള യാത്രയാണ്. ആ സ്ഥലം ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ അടുത്താണെന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ കുറച്ച് റോഡുകളൊക്കെയാണ് അവിടെ ഉള്ളത്. എന്നാലും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ട മനോഹരമായ കാഴ്ചകളും ഇതിൽ പതിച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ച സ്ഥലം അതിമനോഹരമായി തന്നെയുള്ള ഒരു സ്ഥലമായിരുന്നു. അടുത്ത് കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഞങ്ങൾ താമസിച്ചതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ പറഞ്ഞ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വരുത്തൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം അതിഗംഭീരമായൊരു സ്ഥലം തന്നെയാണ്. ഒരു പണ്ടത്തെ ബ്രിട്ടീഷ് ബംഗ്ലാവിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ബംഗ്ലാവ് ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അതിന് ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. അടുത്തൊന്നും ഒരു വീടോ മറ്റോ ഒന്നും പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. അതുമാത്രമല്ല വളരെ ഗംഭീരമായ ആംബിയൻസും പ്രത്യേക രീതിയിലുള്ള പുതിയൊരു ഫിലിം കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു വരുത്തൻ. അപ്പോൾ അതുപോലെ വ്യത്യസ്തമായ ഒരു സിനിമയ്ക്ക് വ്യത്യസ്തമായ ഒരു സ്ഥലം ഉണ്ട് വേണം എന്നൊരു ചിന്താഗതിയാണ് ഇതുപോലത്തെ ഒരു നിഗൂഢത നിറഞ്ഞ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ഡയറക്ടറെ ചിന്തിപ്പിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനിടയിൽ ആ സ്ഥലത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് വേണമെന്ന് തോന്നിയതിനാൽ അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ ചെന്ന ഒരു വ്യക്തിയെ കണ്ട് സംസാരിക്കുകയും ആളുടെ പെർമിഷനോട് കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തുടങ്ങിയത്. അപ്പം നമ്മുടെ മറ്റേ സിനിമ ഷൂട്ട് ചെയ്ത വീടാണിത്. നമ്മുടെ വരുത്തൻ സിനിമ ഷൂട്ട് ചെയ്ത വീടാണ്. ഇതാണ് വരുത്തൻ വീട്, വരുത്ത സിനിമ ഷൂട്ട് ചെയ്ത വീട്. അപ്പോൾ വരുത്തൻ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ കാറും ഒളിച്ചിരിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കുത്തും കൊലപാതകങ്ങളൊക്കെ നടന്ന ആ ഗംഭീര വീടാണിത്. ഗംഭീരമായ സിനിമ സീനുകളൊക്കെ നടന്നിട്ടുള്ള വീട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ മൊത്തം ചുറ്റുപാടുകൾ. അപ്പോൾ വരുത്തൻ സിനിമയുടെ ഫുൾ ലൊക്കേഷനാണ് നമ്മൾ കാണുന്നത്. ഇതാണ് വരുത്തൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം.
അപ്പോൾ അടുത്ത സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അപ്പം നമ്മൾ നമ്മുടെ അടുത്ത സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് അടുത്ത സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. നല്ല കിടുക്കാച്ചി ഒരു ബംഗ്ലാവാണ്, ബ്രിട്ടീഷുകാർ പണിത ബംഗ്ലാവാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ വാഗമണിലാണ് ഈ സ്ഥലം. നല്ല കിണ്ണങ്കാച്ചിയാണ് സ്ഥലം. നല്ല ഗംഭീരമായ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഇതിപ്പോൾ റിസോർട്ട് പോലെ താമസിക്കാൻ കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. കിടുക്കാച്ചിയാണ്, ഒരു രക്ഷയില്ല. നല്ല സെറ്റപ്പ് ബംഗ്ലാവ് തന്നെയാണ്. ഇതാണ് ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട്. ചുറ്റും നല്ല വ്യൂ ആണ്. നല്ല എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്, നടുവിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാവിൻ്റെ സൈഡിലെ മറ്റേ വണ്ടിയൊക്കെ വെച്ചിരുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് സിനിമയിൽ ഫഹദ് വന്ന് ഒളിച്ചിരിക്കുന്നതും പിന്നെ അറ്റാക്ക് ചെയ്യണ സ്ഥലമൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഇവരുടെ ഗോഡൗൺ അങ്ങനെ എന്തോ ആണ്. പിന്നെ സംഭവം വളരെ ഗംഭീരമായിട്ട് പണിതാണ് ബ്രിട്ടീഷുകാരെന്നാണ് തോന്നുന്നു. ഗംഭീര ലുക്കും ഗംഭീരമായൊരു സംഭവമാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെ താമസമൊന്നും ഇല്ല എന്നൊക്കെ തോന്നണേ, കാരണം ഗ്ലാസ്സൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ പഴയ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വല്ല പ്രേതങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അത് സിനിമയിലൊക്കെ സാധാരണ പറയണ പോലെ ഗംഭീരമായിരിക്കും. അപ്പോൾ സിനിമയുടെ പ്രധാന ലൊക്കേഷനുകളിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരത്തെ ഷൂട്ട് ചെയ്ത പ്രധാന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ആ തുറക്കാൻ പറ്റാണ്ട് ഷോക്ക് അടിപ്പിച്ച വാതിലാണിത്. ഇവിടെയൊക്കെയാണ് ഷോക്ക് വെച്ചിട്ട് നമ്മുടെ നായകന്മാരൊക്കെ ഭാഗത്ത് അപ്പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്ത് തെറിപ്പിച്ച ആ വീടാണ്. ഇവിടെയാണ് അവർ ഒളിച്ചിരുന്നതൊക്കെ കാണിച്ചത്. നല്ല കിടുക്കാച്ചി സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത് എല്ലാവരും ഞെട്ടിച്ച ആ തകർപ്പൻ വീടാണിത്. ഇതാണ് അവരുടെ ബെഡ്റൂം ആയിരുന്നത്. നല്ല കിടുക്കാച്ചി സ്ഥലം തന്നെ കേട്ടോ, ഉള്ള കാര്യം പറയല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ വരത്തൻ ബംഗ്ലാവിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് യാത്ര പുറപ്പെട്ടു. അടുത്തതായിട്ട് എവിടേക്ക് പോകണമെന്നുള്ള ചിന്തയിൽ ഞങ്ങൾ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും നല്ല സ്ഥലമുണ്ടോ എന്ന് നെറ്റിലൂടെ സെർച്ച് ചെയ്ത് അടുത്ത യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത യാത്ര ഞങ്ങൾ തീരുമാനിച്ചു. പൈൻ ഫോറസ്റ്റിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. അതിൻ്റെ അടുത്തായിട്ട് മൊട്ടക്കുന്ന് എന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരു ഏകദേശം 16-15 കിലോമീറ്റർ അവിടെ നിന്നുണ്ട്. യാത്രക്കിടയിൽ ഞങ്ങൾ അവിടെ എത്തിച്ചേരുകയാണ് അവസാനം. അങ്ങനെ പൈൻ ഫോറസ്റ്റിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ ഇനി കാണാം. നടക്ക് കളിപ്പാട്ടങ്ങളെ കാണാൻ രസമാണ്. നടക്കടപ്പം മുമ്പിൽ കിടന്ന് കറങ്ങണം. ദുരന്തൻ ദുരന്തൻ ഇവിടെ എന്താ കളിപ്പാട്ടം അത്ര ഉള്ളു. ഇന്ന് കാണാൻ പിന്നെ വണ്ടി ഓടിക്കാറ്റ്. ഞാൻ മാത്രം ഹെൽമെറ്റിലൊക്കെ ചെയ്യും. ഞാൻ ഹെൽമെറ്റ് ഇട്ടാലോ, അപ്പം പിന്നെ സീനില്ല, വെല്ലുവിളില്ല. കാപ്പിപ്പൊടി സാധാരണ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ രീതിയിലുള്ള തിരക്ക് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു.
പോകുന്ന വഴിക്ക് ഒരുപാട് കച്ചവട സാധനങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയതിനാൽ തന്നെ ബൊമ്മകളിലാണ് കൂടുതലും കച്ചവടത്തിന് വെച്ചിരിക്കുന്നത്. ചായപ്പൊടിയും മറ്റു സാധനങ്ങളുമെല്ലാം മറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അതിമനോഹരമായ അവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അവിടെ ചില സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയായിരുന്നു ഭൂരിഭാഗം പേരുടെയും പദ്ധതി എന്ന് മനസ്സിലാക്കി. എന്തായാലും ഞങ്ങളും ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് അവിടെ നിന്ന് മെല്ലെ മെല്ലെ യാത്ര മുന്നോട്ട് നടത്തുകയാണ്. നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിമനോഹരമായ ഫോറസ്റ്റ് പൈനുകൾക്കിടയിലാണ് ഈ കാഴ്ചയെല്ലാം നമ്മൾ ആസ്വദിക്കാനായി ആളുകൾ വന്നെത്തിച്ചേരുന്നത്. മനോഹരമായ ഒരുപാട് ഫോട്ടോസുകൾ എടുക്കാനും ഇവിടെ സാധിക്കും. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. അങ്ങനെ പൈൻ ഫോറസ്റ്റിന് വിട പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. പുതിയ സ്ഥലമെന്ന് പറയുന്നത് ഒരുപാട് നടക്കാനുള്ള ഒരു മലയാണ്. ആ മലയുടെ പ്രത്യേകത എന്താണെന്ന് ഞങ്ങൾ അവസാനമാണ് അറിഞ്ഞത്. അതൊരു ഖബറടക്കമാണ്. അതായത് ഒരു വ്യക്തി, കൃത്യമായി നമുക്കതിനെക്കുറിച്ച് അറിയില്ല, അതായത് ഒരു വ്യക്തി അതിൻ്റെ മേൽ തങ്ങൾ പാറ മകം കോലമങ്കേട് കൈഷഹദ് ഹുല്ലാലി തങ്ങൾ പാറയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തങ്ങൾ പാറയുടെ മുകളിൽ എന്താണ് കാഴ്ചകളുള്ളത് എന്ന് നമുക്ക് ഓടി നടന്ന് കാണാം. ആദ്യം ഈ യാത്ര ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. കാരണം ഒരുപാട് നടക്കാനുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ അതിൻ്റെ കഷ്ടപ്പാടിലുപരി വയസ്സായ ചില വ്യക്തികളടക്കം അങ്ങോട്ട് കയറി ചെല്ലുന്നത് കണ്ട് അവിടെ എന്തോ അതിമനോഹരമായ കാഴ്ചയാണോ ഉള്ളതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഒരുപാട് നടന്ന് അവശതയായി, ഒരുപാട് ദാഹിച്ചു വലയുന്ന ഒരവസ്ഥയൊക്കെ ഞങ്ങൾക്കവിടെ അനുഭവപ്പെട്ടു. ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെയുള്ള ഒരു സ്ഥലമാണെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ അതേസമയം അവിടേക്കുള്ള യാത്രക്കിടയിൽ ഒരുപാട് വ്യൂ പോയിന്റുകളും ഉണ്ട്. അത് യാത്രാ ആസ്വാദകർക്ക് ആ വ്യൂ പോയിന്റുകൾ തന്നെ മനോഹരമായി തോന്നാം. അതുകൊണ്ട് അതൊരു നഷ്ടമായി തോന്നില്ല. കാരണം മുകളിലേക്ക് പോകും തോറും വ്യൂ പോയിന്റുകൾ കൂടി അതിമനോഹരമായ ലൊക്കേഷനുകൾ നമുക്ക് മനസ്സിലാക്കി കാണാൻ സാധിക്കും. പക്ഷേ അതിലുപരി ഇത്രയും മലയും ഹൈറ്റുള്ള സ്ഥലവുമെല്ലാം കയറി വന്ന് അവിടെ ഇതുപോലെയുള്ള അത്ഭുതകരമായ ഒരു സ്ഥലം കാണാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമായി തന്നെ ഞങ്ങളും അവിടെ കാണാൻ തീരുമാനിച്ചു. എന്തായാലും കണ്ട കാഴ്ച അത് ഒരു അത്ഭുതം തന്നെ എന്ന് തന്നെ പറയാം.
എടുത്താലേ കിട്ടല